ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്തുള്ളത്. ഈ കാര്യത്തിൽ ഇന്നലെ മന്ത്രി എന്തെങ്കിലും കുഴപ്പം കാണിച്ചതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു എന്നൊരു നിലപാട് എനിക്ക് ഇന്നലെയുമില്ല, ഞാൻ ഇന്നും ആ നിലപാടെടുക്കുന്നില്ല. പക്ഷേ അതിനുശേഷം എന്താണ് നടന്നത്? 2013 കടലാസിനെക്കുറിച്ച് നേരത്തെ ഡോക്ടർ അരുണും പറഞ്ഞു. ഈ 2013 രേഖ മന്ത്രി പറഞ്ഞ പ്രകാരമാണെങ്കിൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്, സീലിംഗ് അടർന്ന് വീഴും, കെട്ടിടമേ തകർന്ന് വീഴും എന്നുള്ളതല്ല ഈ ആദ്യത്തെ കടലാസ്. പോട്ടെ, പക്ഷേ എന്നാൽ ആ കടലാസൊക്കെ എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ആവശ്യപ്പെട്ട ഒരു കാര്യം, ശരി, ഒരു കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുള്ള കടലാസുകളെല്ലാം കൊണ്ടുവന്നല്ലോ. കേരളത്തിൽ എത്ര ആശുപത്രി കെട്ടിടങ്ങൾ ഇതുപോലെ അപകടാവസ്ഥയിലുണ്ട്? അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കുമോ? അത് പുറത്തു വിടുമോ? ഇന്ന് വൈകുന്നേരമാകുന്നു, ആ വഴിക്ക് ഒരു ശ്രമം പോലും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവ് അങ്ങനെയാണ്. ഒരു സർക്കാർ, ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് ചെയ്യേണ്ടിയിരുന്നത് അതല്ല ചെയ്തത്. പകരം അവർ ചെയ്തത് ഈ വിഷയത്തിൽ മരിച്ചുപോയ ആ സ്ത്രീയുടെ കുടുംബത്തെ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. മന്ത്രി പോകുന്നു, മന്ത്രി പണം കൊടുക്കേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ വലിയ തുകയുടെ കോമ്പൻസേഷൻ സർക്കാർ ചെയ്യാൻ പോകുന്നു, അത് അവരെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇന്നലെയും ഇന്ന് രാവിലെയും മന്ത്രിക്കെതിരെ വലിയ വിമർശനം നടത്തിയ ആ കുടുംബത്തെ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഈ വിഷയം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ എന്താണ് ചെയ്തത്? അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ലയാളാണ്, അദ്ദേഹം കിടിലമാണ് എന്ന് പറഞ്ഞ് അവിടെയും അദ്ദേഹത്തെ സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞ വിഷയത്തിൻ്റെ ക്രച്ചിലേക്കല്ല ആദ്യം പോയത്.